സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ ഋതുവിനെ സർജറി റൂമിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീടാണ് നേഴ്സ് വന്ന കാര്യങ്ങൾ പറയുന്നത്. ഡോക്ടർ പറഞ്ഞു കൺസെൻറ്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ കൺസെൻറ്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കണം, അത് ഭർത്താവ് ചെയ്ത് കൊടുക്കണം. പക്ഷേങ്കിൽ ഇന്ദ്രൻ എത്തിയിട്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ സേതു പറഞ്ഞു അതെ ഇപ്പം തന്നെ ആളെത്തുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നേഴ്സ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു ഇന്ദ്രനെ ഫോൺ ചെയ്യുവാണ്. പക്ഷേ ഇന്ദ്രനാണെ കോൾ എടുത്തില്ല. കുറേ തവണ വിളിച്ചു. ആ സമയത്ത് സേതുവിന് ടെൻഷനായി. പല്ലവി വെച്ചു എന്താ സേതു ഏട്ടാ അവൻ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കോൾ എടുക്കുന്നില്ലേ? അതെ, എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. ഇത് കേട്ട് ഞാൻ പല്ലി പറഞ്ഞു ഇനിയിപ്പം അവൻ നല്ല ഉറക്കമാണോ, അവൻ്റെ ഫോൺ സൈലൻ്റ് ആണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാലും അവൻ എത്ര ദുഷ്ടനാന്ന് നോക്കിയേ, ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നെന്നും അറിഞ്ഞിട്ട് പോലും അവനൊന്നും വരാൻ കൂട്ടാക്കുവോ, ഒന്നും വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയം സേതു പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ കാര്യം ഇത്രയ്ക്ക് നമുക്കറിയാലോ പല്ലവി, നമ്മൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പൂർണിമയും വിളിച്ചു നോക്കിയപ്പോൾ പൂർണിമയും കോൾ എടുക്കുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് നേഴ്സ് വീണ്ടും വന്നിട്ട് ചോദിച്ചു അല്ല ഹസ്ബൻഡ് എന്തെന്ന് ചോദിച്ചു ഋതുവിൻ്റെ. അപ്പോഴാണ് സേതു പറയണത് അതെ ഞങ്ങൾ രണ്ടുപേരും തനിച്ചാണ് ഋതുവിനെയും കൊണ്ട് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഹസ്ബൻഡ് എത്തിയിട്ടില്ല, വിളിച്ചിട്ട് കിട്ടണമില്ല എന്ന് പറഞ്ഞു. അത് ഡോക്ടർ അന്വേഷിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആ സമയം സേതുവിനോട് പല്ലവി പറഞ്ഞു സേതുവേട്ട ഡോക്ടർ ഒന്ന് കണ്ട് നമുക്ക് സംസാരിച്ച് നോക്കിയാലോ, കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യാനല്ലേ, അത് സേതുവേട്ടൻ തന്നെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡോക്ടറെ പോയി കാണുവാണ്. കണ്ടിട്ട് സേതു കാര്യം പറയാണ് ഡോക്ടറെ ഇതാണ് അവസ്ഥ, വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, കൺസെൻറ്റ് ഫോം ഞാൻ സൈൻ ചെയ്ത് കൊടുത്താൽ മതിയോ, തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അല്ല നാളെ ഇനിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇതിൻ്റെ പേരിൽ, ഞങ്ങൾ ഉറപ്പ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ഫോമേൽ സേതു സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സേതു സഹോദരനാണല്ലോ, അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു. ഋതുവിനെ സർജറി റൂമിലേക്ക് കൊണ്ടുപോയി. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു സേതുവിനും പല്ലവിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ കാരണം ഋതുവിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ്. ഋതു വീണ് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിൻ്റെ വയറിടിച്ചാണ് വീണത്. അതോടൊപ്പം തന്നെ പ്ലാസിൻ്റെ യൂട്രസും വേറെപ്പെട്ട നിലയിലാണ്. അപ്പോൾ കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ആപത്തൊക്കെ സംഭവിക്കാം, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ്. ഋതുവാണെ വേദന കൊണ്ട് കിടന്ന് പൊളയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി സേതുവിനോട് പറഞ്ഞു സേതുവേട്ട ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ, ഇത്ര സമയമായിട്ടൊരു വിവരം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സമാധാനമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതെ ഋതു പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി അവർക്ക് രണ്ടുപേർക്കും. എങ്ങനെ ഈ സന്തോഷം പറഞ്ഞറിയിക്കണമെന്ന് അറിയണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സേതുവിനെ കെട്ടിപ്പിടിക്കുകയാണ് പല്ലവി. എന്നിട്ട് പറഞ്ഞു ദൈവമേ ഒരു കുഴപ്പമില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. നേഴ്സ് അങ്ങോട്ട് പോയി. അപ്പോൾ അവരുടെ വിചാരം എന്താ, ഋതുവിനൊരു കുഴപ്പമുണ്ടായിരിക്കില്ല, കാരണം പ്രസവിച്ചല്ലോ, ഇനിയിപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ കൂടി നേഴ്സ് അങ്ങോട്ട് വന്നു. ഇത് കുഞ്ഞിനെ കൊടുക്കണം. അപ്പോഴേക്കും പല്ലവി സേതുവേട്ടൻ കുഞ്ഞിനെ വാങ്ങാൻ പറഞ്ഞു. ഞാനോ? നീ വാങ്ങിയാൽ മതി പല്ലവി, സാരമില്ല സേതുവേട്ടൻ വാങ്ങിക്കോ. പക്ഷെ സേതു വാങ്ങിയില്ല. പല്ലവി തന്നെയാണ് ഒടുവിൽ കുഞ്ഞിനെ വാങ്ങുന്നത്. പല്ലവി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവളെ ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരനുഭവം പല്ലവിക്കുണ്ടാകുന്നത്. ഇത്ര കുഞ്ഞിനെ ജനിച്ച ഉടനെ തന്നെ ഇങ്ങനെ കയ്യിലേക്ക് കിട്ടുന്നത്. സേതു നോക്കി പല്ലവിയുടെ മുഖത്തെ സന്തോഷം കാര്യങ്ങളൊക്കെ. പിന്നീട് നേഴ്സിനോട് ചോദിച്ചു അല്ല ഋതുവിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. അതെ ഡോക്ടർ ഒന്ന് കയറി കാണണമെന്ന് പറഞ്ഞു. ആ സമയം പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഇരിക്കാം, സേതുവേട്ടൻ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സേതു ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ആ കാര്യം പറയണേ. ഋതുവിൻ്റെ കാര്യങ്ങൾ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഒന്നും പറയാറായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ICUലേക്ക് മാറ്റുവാന്ന് പറഞ്ഞു. സേതുവിന് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇങ്ങനെയൊരു പ്രശ്നം അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം പുറത്ത് വന്നു കഴിഞ്ഞിട്ട് സേതു പല്ലവിയുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു ഇനി എന്ത് ചെയ്യും സേതുവേട്ടാ, നമുക്ക് നോക്കാം, ഒന്നും സംഭവിക്കില്ല പല്ലവി എന്നൊക്കെ സേതു പറഞ്ഞ് പല്ലവി ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവർ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, പുന്നുമടത്തിലേക്ക് വിളിക്കുകയാണ്. ഒടുവിൽ ശ്രീഹരിയെ വിളിച്ചു. ശ്രീഹരിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീഹരി കോളെടുത്തു. എന്നിട്ട് ചോദിച്ചു എന്താ സേതുവേട്ടാ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഋതുവിന് കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞു. ഋതുവിനോ?
അതെ, ഒരു പെൺകുഞ്ഞുണ്ടായെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ശ്രീഹരി പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് കാര്യം പറയണം. അപ്പം അച്ചു ചോദിച്ചു, അല്ല അതിന് സമയമൊന്നും ആയില്ലോ, പിന്നെ ഇതെന്താന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോലും. പിന്നീട് അച്ചു എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് പൂർണ്ണിമയോട് കാര്യങ്ങൾ പറയണം. ഋതുവിനൊരു പെൺകുഞ്ഞുണ്ടായെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയ്ക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനുമാണ് ഇന്ദ്രൻ എഴുന്നേറ്റ് വരുന്നത്. ഇന്ദ്രൻ അപ്പോഴും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം നല്ല ഫിറ്റായിട്ടല്ലേ ഇന്ദ്രൻ വന്നത്. ഇന്ദ്രനൊരു ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലോ. അങ്ങനെ ഒടുവിൽ ഇന്ദ്രന് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് റെഡിയാവുകയാണ്. അച്ചുവും ശ്രീഹരിയും പൂർണ്ണിമ അവരെല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയും സേതുവൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കുഞ്ഞും ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പൂർണ്ണിമയ്ക്ക്. അങ്ങനെ പൂർണ്ണിമ കുഞ്ഞിനെ എടുത്ത് കുഞ്ചിക്കുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇന്ദ്രൻ വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ പറഞ്ഞു, എന്താടാ നിന്റെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കാണിക്കുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്യണം നടത്തില്ല. ഇന്ദ്രന് ഇത്തരം കുഞ്ഞുങ്ങളായിരുന്നു എടുത്തിട്ടോ അങ്ങനെയൊന്നുമില്ല. ആ സമയം അച്ചു ചോദിച്ചു, എന്താടാ നിന്റെ കുഞ്ഞിനെ നീ എടുക്കണില്ലേന്ന് ചോദിച്ചു. ഒടുവിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു, കുഞ്ഞിനെ വാങ്ങുവാണ്. കുഞ്ഞിനെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് വല്ലാത്തൊരു എന്തോ ഒരിത്. കാരണം ആദ്യമായിട്ട് എങ്ങനെ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്, തൻ്റെ കുഞ്ഞ് തൻ്റെ ചോരയാണ് എന്നൊരു ചിന്ത ഇന്ദ്രൻ്റെ മനസ്സിലേക്കും വരുന്നുണ്ട്. ഈ സമയത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ അവരറിയുന്നത്. അപ്പം ഋതുവിൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അവരോട് ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഋതുവിൻ്റെ അവസ്ഥ ഇച്ചിരി ക്രിട്ടിക്കലാണ്, ഒന്നും പറയാറായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം വയറിടിച്ച് വീണ കൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. സർജറി ചെയ്താണ് കുഞ്ഞിനെ പുറത്തെടുത്തതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് വല്ലാത്ത ടെൻഷനായി. പൂർണ്ണിമ കരയാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. ഒടുവിൽ സേതു പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഋതുവിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഇരിക്കുക. നേരം വെളുത്തതിന് ശേഷം രാജലക്ഷ്മിയെ വിളിച്ച് ഇന്ദ്രൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ എനിക്കൊരു പെൺകുഞ്ഞ് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പറയണേ. അത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് സന്തോഷമായി. ആദ്യമായിട്ട് ഈ കുടുംബത്തിലേക്ക് വന്ന പേരക്കുഞ്ഞ് എന്നൊരു ചിന്തയായിരുന്നു. അധികം വൈകാതെ പാറുവിനും ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കും. പിന്നീട് പാറുവും വിശ്വമൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്. വിശ്വത്തിനത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. കുഞ്ഞ് പറഞ്ഞതിൽ സന്തോഷമുണ്ട്, പക്ഷെ അതല്ല, 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാറുവിൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. തൻ്റെ കുഞ്ഞിനെ താനും പാറു അമ്മയൊക്കെ ഒത്തിരി സ്വപ്നം കണ്ടതാ ആ കുഞ്ഞിനെ, അതിനെ ഇല്ലാതാക്കണം. പക്ഷേ ദൈവം അതിന് പകരം ഇപ്പാണ്ട് വേറൊരു കുഞ്ഞിനെ തന്നിരിക്കുന്നു എന്നൊരു ചിന്ത വിശ്വത്തിന് മനസ്സിലുണ്ടായി. അപ്പോൾ ഇത്ര സന്തോഷമുള്ള കാര്യം കേട്ടിട്ടും വിശ്വത്തിന് മുഖം വല്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ പാറു ചോദിക്കുകയും ചെയ്തു, എന്താ വിശ്വത്തിന് എന്ത് പറ്റി? ഇത്ര നല്ലൊരു സന്തോഷമുള്ള കാര്യം കേട്ടിട്ടും എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിശ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അല്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ, കുഞ്ഞിനെ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, പോകാം, അമ്മയും കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാജലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കുഞ്ഞിനെ കാണാനായിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പോൾ ഋതുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഇതോടുകൂടി ഇന്ദ്രൻ നന്നാവുമെന്നും അറിയത്തില്ല. കുഞ്ഞിനെ എന്താണെങ്കിലും പല്ലവി തന്നെ ഇപ്പം നോക്കും. കാരണം ഋതു വയ്യാതെ കിടക്കൂലേ, ആ സമയത്ത് ഋതുവിനെ കുഞ്ഞിനെ നോക്കാനൊന്നും പറ്റില്ലോ. ഇനി ഋതുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പല്ലവി ചെയ്തു ഏറ്റെടുക്കേണ്ടി വരും. അതോ ഇനിയിപ്പം പാറുവിന് കുഞ്ഞ് ജനിക്കത്തില്ലല്ലോ, പാറുവിന് കുഞ്ഞിനെ കൊടുക്കുമെന്നും അറിയത്തില്ല. അതിനി എന്താണോ അധിക ദിവസമൊന്നും കാണത്തില്ല. ഏകദേശം ക്ലൈമാക്സിനോട് എത്തിക്കൊണ്ടിരിക്കും കേട്ടോ സേതുവിൻ്റെയും പല്ലവിയുടെയും വിശേഷങ്ങളൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.